നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കൊട്ടാരം പോലത്തെ ഒരു വീടും അത്രയും സൗകര്യങ്ങളുണ്ടായിട്ടും ആ കുട്ടിയെ സൗകര്യങ്ങൾ തീരെയില്ലാത്ത നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് ശരിയാണോ മോനെ? മനസ്സിന്റെ തൃപ്തിയല്ലേ ഏറ്റവും വലുത്. എത്ര പറഞ്ഞാലും രാജുവിന് എന്താ മനസ്സിലാവാത്തെ? രാജുവിന് എന്റെ അച്ഛന്റെ ചിട്ടി കമ്പനി ബിസിനസ് ഒക്കെ പോരെ? എന്തിനേ വേണ്ടാത്ത കഷ്ടപ്പാട്? അവളുടെ അച്ഛന്റെ ഒരു ചിട്ടി കമ്പനി. എന്റെ രാധമ്മയെങ്കിലും രാജുവിനൊന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. ഏട്ടാ, എന്താ മുഖം വല്ലാതിരിക്കുന്ന? ശ്രീ, എനിക്കല്പം സമാധാനം വേണം. അയ്യോ, എന്തു പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ട്. നീ ആ രമ്യയെ എങ്ങനെയെങ്കിലും പറഞ്ഞ് വീട്ടിലേക്ക് വിട്. നിനക്കറിയാലോ, എനിക്കൊരു 1000 തലവേദനയുണ്ട്. ഇപ്പൊ അതിൽ ഏറ്റവും വലിയ തലവേദന അവളാ. ഇത്രയുള്ള കാര്യം അവളെ പറഞ്ഞു വിടുന്ന കാര്യം ഞാൻ ഏറ്റു. ചേട്ടൻ കുറച്ചുനേരം റെസ്റ്റ് എടുക്ക്. മന്ത്രിയുടെ കൂടെയുള്ള ജോലിന്ന് രാജുവിനെ പിന്തിരിപ്പിക്കാൻ എന്താ രാധമ്മ ഒരു വഴി? എനിക്കറിയില്ല. ഞാനേ എന്റെ അമ്മയെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി അമ്മയെ കൊണ്ട് രാജുവിനോടൊന്ന് സംസാരിപ്പിക്കട്ടെ. ഒരു തവണ രമ്യയുടെ അച്ഛനെ കൊണ്ട് സംസാരിപ്പിച്ചതല്ലേ? എന്നിട്ട് എന്തുണ്ടായി? എന്റെ അച്ഛനെക്കാളും പവർഫുൾ അല്ലേ അമ്മ? അമ്മ പറഞ്ഞ ചിലപ്പോ രാജു അനുസരിക്കുമായിരിക്കും. സാക്ഷാൽ ദൈവം തമ്പുരാൻ നേരിട്ടിറങ്ങി വന്നാലും ഈ കാര്യത്തില് രാജുവിന്റെ മനസ്സ് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രമ്യ, ആ, നിന്നെ നിന്റെ അമ്മ വിളിക്കുന്നുണ്ട്. ആണോ? എന്നിട്ട് ഞാൻ കേട്ടില്ലല്ലോ. അത് ഞാൻ ജനലിന്റെ ഭാഗത്ത് നിന്നില്ലേ, അപ്പൊ കേട്ടതാ. ഒരുപാട് നേരമായി വിളിക്കാൻ തുടങ്ങിയിട്ട്. ആണല്ലേ? രാധമ്മേ, എങ്ങനെ ഇറങ്ങാണേ? ഏട്ടാ, രമ്യ പോയി ഏട്ടോ. അപ്പൊ രുക്മിണി അവളെ വിളിച്ചില്ലായിരുന്നോ? ഇല്ല, ഏട്ടൻ പറഞ്ഞിട്ടേ ഞാനൊരു നമ്പർ ഇട്ടതാ. എന്താ ശ്രീ ഇത്? ആ കുട്ടി ഒരു പാവല്ലേ? പിന്നെ പാവം. അവളെ കാണുമ്പോഴേ എനിക്ക് ഈ ചീവീടിനെ ഓർമ്മ വരുന്നത്. ഒരു കാര്യമില്ലാതെ വെറുതെ നിന്ന് ചെലച്ചോണ്ടിരിക്കും. ഇപ്പൊ നിന്റെ വിഷമമൊക്കെ പോയോ? അപ്പോ രമ്യ ഇവിടെ ഉള്ളതായിരുന്നു നിന്റെ വല്ലായ്മയ്ക്ക് കാരണം അല്ലേ? അത് വിടമേ, ഞാൻ അമ്മയോടൊരു കാര്യം പറയാൻ മറന്നു. എന്താടാ? നാളെ മുതല് ഋതിക മാഡം ഇങ്ങോട്ട് വരും. ആ കുട്ടി എന്തിനാ ഇവിടേക്ക് വരുന്നേ? ഋതിക മാഡം ഫെയിലായ സബ്ജക്ട് എഴുതിയെടുക്കാൻ വർമ്മ സാറ് സമ്മതിച്ചു. മാഡത്തിന് ട്യൂഷൻ എടുത്തു കൊടുത്ത് എക്സാം എഴുതിച്ച് ജയിപ്പിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്ത. അതുകൊണ്ട് നാളെ മുതൽ ഋതിക മാഡം എന്നും ഇവിടേക്ക് വരും. അവിടെ കൊട്ടാരം പോലത്തെ ഒരു വീടും അത്രയും സൗകര്യങ്ങളുണ്ടായിട്ടും ആ കുട്ടിയെ സൗകര്യങ്ങൾ തീരെയില്ലാത്ത നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് ശരിയാണോ മോനെ? മനസ്സിന്റെ തൃപ്തിയല്ലേ ഏറ്റവും വലുത്. മാഡത്തിന് സ്വസ്ഥമായിട്ടിരുന്ന് പഠിക്കാൻ നമ്മുടെ ഈ ചെറിയ വീടാണ് ഉചിതം. എന്നാലും അത് ശരിയാവോടാ? വർമ്മസാറിന്റെ ഔട്ട് ഹൗസിലോ മറ്റെവിടേക്കെങ്കിലും പോകുന്നതല്ലേ നല്ലത്? ഋതിക മാഡം ആദ്യമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വന്നപ്പോ മാഡത്തിന്റെ സന്തോഷം അമ്മ കണ്ടതല്ലേ? നമ്മുടെ വീട്ടിലേക്ക് മാഡം വന്ന മാഡത്തിനത് സന്തോഷവും സമാധാനവും ഉണ്ടാവും. സമാധാനമുള്ള മനസ്സിലേക്ക് പഠിക്കുന്ന കാര്യങ്ങൾ വേഗത്തിൽ പതിയും. അതൊന്നും എനിക്കറിയില്ല. രാവിലെ നേരത്തെ എഴുന്നേറ്റ് വീടും പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടണം. ആ കുട്ടി ഇങ്ങോട്ട് വരുന്നതല്ലേ?
എന്നാ പിന്നെ നീ പോയി കുളിച്ചിട്ട് വാ, ഞാൻ ആഹാരം എടുത്തു വെക്കാം. ശരി അമ്മ. എഴുത്. അച്ഛാ, എക്സാം എഴുതാൻ എന്നെ അനുവദിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. ഇന്നു മുതൽ ഞാൻ രാജുവിന്റെ വീട്ടില് ട്യൂഷന് പോവാ. ഞാൻ ഈ പരീക്ഷയിൽ ജയിച്ച് അച്ഛന് ഞാൻ കാരണം ഉണ്ടായ നാണക്കേട് മാറ്റും. ഇന്നു മുതൽ എന്നും നല്ലത് മാത്രം നടക്കണേന്ന് ഞാൻ ആഗ്രഹിക്കുക. അച്ഛന്റെ അനുഗ്രഹം എനിക്ക് വേണം. എന്നെ അനുഗ്രഹിക്കണേ അച്ഛാ. ആ ദാ ഇത് കൂടെ കുടിച്ചിട്ട് പോയാ മതി. എനിക്ക് വേണ്ട അമ്മ. ഇല്ല അപ്പോ, വെറുതെ വാശി പിടിക്കണ്ട. ദാ ഈ ജ്യൂസ് മുഴുവൻ കുടിച്ചിട്ട് നീ പോയാ മതി. ആ റിതു, മോളിരിക്കെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അയ്യോ വേണ്ട ചെറിയമ്മേ, ഞാനിന്ന് അതിരാവിലെ ഉണർന്ന് കുളിച്ച് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചു. ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞു. ഇന്ന് രാജുവിന്റെ വീട്ടില് എക്സാമിനായിട്ടുള്ള ട്യൂഷൻ തുടങ്ങുക. ഓ, എനിക്ക് ഇറങ്ങാൻ സമയായി. ആ അല്ല, എന്നിട്ട് രാജു എവിടെ മോളെ? രാജു എത്തിയിട്ടുണ്ടാവും. പുറത്ത് എന്നെ കാത്ത് നിൽക്കുന്നുണ്ടാവും. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ ചെറിയമ്മേ. ആ ശരി മോളെ. ഓൾ ദി ബെസ്റ്റ് ചേച്ചി. ഇത്തവണ പഠിച്ച് നല്ല മാർക്കോടെ പാസ്സാവണം. ഉറപ്പായും ജയിക്കും. ബൈ. ശരി ശരി. ബൈ. നിൽക്ക്. ആരാ? എന്ത് വേണം? എന്റെ പേര് ധന്യ എന്നാണ്. ഞാൻ കലാനഗറിലാ താമസിക്കുന്നത്. എനിക്ക് അത്യാവശ്യമായിട്ട് മന്ത്രി വർമ്മ സാറിനെ ഒന്ന് കാണണമല്ലോ. അപ്പോയിന്റ്മെന്റ് ഉണ്ടോ? ഇല്ല. അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ നിങ്ങളെ അകത്തേക്ക് കയറ്റി വിടാൻ പറ്റില്ല. അങ്ങനെ പറയരുത് സർ, പ്ലീസ് സർ, പ്ലീസ്. ഈ രാജു എന്താ ഇത്ര സമയമായിട്ട് വരാത്ത? പറ്റില്ല, അപ്പോയിന്റ്മെന്റ് വേണം. എന്താ ഇവിടെ പ്രശ്നം? മാഡം, ഇവർക്ക് വർമ്മ സാറിനെ കാണണമെന്ന് പറയുന്നു. പക്ഷെ അപ്പോയിന്റ്മെന്റ് ഇല്ല മാഡം. മാഡം, എന്നെ ഒന്ന് സഹായിക്കണം മാഡം. വളരെ വലിയൊരു പ്രശ്നത്തിലാണ് എന്റെ കുടുംബം. വർമ്മ സാറിന് മാത്രമേ ഞങ്ങളെ ഇപ്പൊ സഹായിക്കാൻ കഴിയൂ. അല്പം ദയവ് കാണിക്കണം മാഡം, പ്ലീസ് മാഡം, പ്ലീസ്. അയ്യോ പാവം, ഈ കുട്ടിക്ക് ശരിക്കും എന്തോ വലിയ പ്രശ്നമുണ്ട്. ഒന്ന് സഹായിക്കും മാഡം, പ്ലീസ്. ആ കുട്ടി അകത്തേക്ക് കയറ്റി വിടൂ. മാഡം, അത് ഞാനല്ലേ പറയുന്നേ, അകത്തേക്ക് കയറ്റി വിടൂ. ശരി മാഡം. ചെന്നോളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.